നമ്മള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഉം, ഉം. ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പഠിക്കലുണ്ടായിരുന്നു. ആഗോളതാപനം, ഈ പിന്നെ മല വനനശീകരണം. ഫ്ലഡ്, നശിക്കുകയും വരൾച്ച, വരൾച്ച അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ നാച്ചുറലി ഉള്ള കലാമിറ്റീസിനെ കലാമിറ്റീസ് പറ്റിയിട്ട് ഇതൊക്കെയുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മളിതിന് വലിയ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഇല്ല. കൊടുത്തിട്ടില്ല. ഇപ്പോഴും കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പോ ഒരുപാട് ഡിസാസ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ എല്ലാ ഫേസ് ചെയ്യുന്നുണ്ട്. വർഷത്തിലും. പണ്ടൊക്കെ നമ്മൾ ഈ വെള്ളപ്പൊക്കം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ആസാമെന്നും ഓരോ ടീംസ് വന്നിട്ട് ഇതൊക്കെ ശരിയാന്ന് പോലും നമ്മൾ ആ ഒരു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പേപ്പറും വിശ്വസിക്കുന്നില്ല. നോട്ടീസും വെച്ചിട്ട് പിരിക്കണ പരിപാടിയൊക്കെ. ഫുള്ള് പറ്റിപ്പാന്ന് വിചാരിച്ചാന്ന്. ഇതിപ്പോ നമ്മള് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പൊ എന്നിട്ടും നമുക്കൊരു സീരിയസ്നെസ് വന്നിട്ടില്ല എന്നുള്ള വേറെ കാര്യം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഹിറ്റ് കിട്ടിയത് ഫ്ലഡ് ആണോ? അതിന് മുമ്പ് എന്തെങ്കിലും? 2018 തോന്നുന്നു ഭയങ്കര അല്ല, ഫ്ലഡ് പ്രശ്നം. തന്നെയല്ലേ? അതെ ഫ്ലഡ് അതെ. തന്നെയല്ലേ? ടൂ അതിന് മുമ്പ് തൗസൻഡ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എയ്റ്റീനിലാണ് നമ്മള് കുറച്ച് എഫക്റ്റീവായിട്ട് കേരളം മൊത്തം ഈ കുട്ടനാടൊക്കെ ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നാടല്ലെങ്കിലും താഴ്ന്ന പ്രദേശം ഇപ്പൊ ആയതുകൊണ്ട് ശരിയാണ്. ഇടയ്ക്കിടയ്ക്ക് എല്ലാ നന്നായി വർഷവും മഴ അവർ ഫേസ് പെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. കയറലുണ്ട്. പക്ഷെ നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതൊരു യൂഷ്വൽ സംഭവം പോലെ നമ്മൾ കൺസിഡർ ചെയ്തതാണ്. പിന്നെ നമ്മളെല്ലാവരും എഫക്ട് ചെയ്ത രീതിയിൽ വന്നത് 2008 പക്ഷെ അവിടെ തൊട്ട് വല്ല സീരിയസ് ആയിട്ട് എല്ലാ വർഷവും ചെറുതായിട്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും എഫക്ട് ചെയ്യുന്ന പോലെ എല്ലായിടത്തും എത്തുന്നുണ്ട് ഇപ്പൊ കുറച്ചായിട്ട്. വരൾച്ച നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പാലക്കാട് വരൾച്ച പാലക്കാടല്ല, ഞാൻ പറഞ്ഞ കേരളയിൽ ടോട്ടലി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഇല്ലല്ലോ. വരൾച്ചയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ, പക്ഷെ അല്ല, അത്രയും സഫർ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈം നമുക്ക് ഫ്ലഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വരൾച്ച ഉണ്ടായില്ല, പക്ഷെ അതിന് വേണ്ടി ചൂടിന്റെ ബുദ്ധിമുട്ടുകൾ ഈ വർഷം നമ്മൾ ഒരുപാട് അനുഭവിച്ചല്ലേ എന്താ. ഈ ഉഷ്ണതരംഗം പോലെ തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ചൂട്, വരൾച്ച അതെ. ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല മഴ, അതാണെങ്കിൽ പ്രളയം ഉണ്ടാവും. ഇവിടെ ഈ മഴയുടെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ ആ വരുന്ന ചൂട് തന്നെ ഭയങ്കര ചൂട്. ഈ പ്രളയം, അതായത് മഴ ഭയങ്കരമായിട്ട് നിന്നോണ്ടല്ലേ ഇപ്പൊ വയനാട്ടിൽ തന്നെ ഉരുൾപൊട്ടലിനുള്ള ചാൻസ് കഴിഞ്ഞ കൂടാൻ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ പെയ്യുന്ന മഴയുടെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. അതാണ് ഇങ്ങനെ അത്രയും പ്രളയവും ലാൻഡ് സ്ലൈഡും ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു കാരണം. ലാൻഡ്സ്ലൈഡിന് കാരണം അത് മാത്രമല്ല. ആ എല്ലാരും ഇപ്പൊ പെർമിഷൻ കൊടുക്കുന്ന ഇപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള മേഖലയാണ്. അവിടെ ആ സ്ഥലം കൊടുത്ത് വീടാക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതെ. അപ്പൊ സാധാരണ കാട് മാത്രമാണെങ്കിൽ ഇപ്പൊ എവിടെന്നാ ഇപ്പൊ ഈ മണ്ണിടിച്ചിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഉം. വെറും കാട് മാത്രമാണ്. അപ്പൊ അവിടെ വീടൊക്കെ വെച്ചതുകൊണ്ടും ഇപ്പൊ കറന്റ്ലി ഉള്ള ആ പരിസ്ഥിതിനെ നശിപ്പിച്ചതുകൊണ്ടും നാച്ചുറൽ ആയിട്ടുള്ള അതിനെ നശിപ്പിച്ചുകൊണ്ട് മാത്രല്ലേ ഉരുൾപൊട്ടൽ വരാൻ കാരണം ഉണ്ടായത്. ഇതിപ്പോ അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല. അല്ല, താമസിക്കുന്ന ആൾക്കാരെ പറ്റില്ല. അല്ലല്ല നമ്മുടെ പെർമിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞ പെർമിഷൻ പ്രോസസ് ഉണ്ടല്ലോ. അവർക്ക് വേറെ വഴിയില്ല. ആ ഓപ്ഷൻ വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ആദിവാസികൾക്ക് കാട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞു. പുറമെന്ന് കുറെ റിസോർട്ടുകൾ, കുറെ ഹോട്ടൽസ് ഒക്കെ അവിടെ പുതുതായിട്ട് വന്നു. അതൊക്കെ ആ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റത്തിനെ ബാധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള ഒരു അതിന്റെ ഒരു കാരണങ്ങളിലൊന്ന്. കോൺസിക്വൻസ് ആണെന്നുള്ളത് ഇപ്പൊ ഇതില്ലേ. ഈ പിന്നെ നേരത്തെ ഒരു ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ടല്ലോ. ഗാഡ്ഗിൽ റിപ്പോർട്ടിലും ആ പറഞ്ഞത് റിപ്പോർട്ട് ഓൾറെഡി ഫസ്റ്റ് ആ റിപ്പോർട്ട് വന്നു. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് കസ്റ്റീരിയൻ റിപ്പോർട്ട് വന്നു. അതിൽ 30% ആക്കി കുറച്ചു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചിട്ടൊരു സ്ഥലത്താണ് ഇപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പൊളിറ്റീഷ്യൻസും ഭയങ്കര വലിയ ബിസിനസ്സുമാരും അവരുടെ ഒരു സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയിട്ട് പിന്നെ മനുഷ്യന്മാരെ മൊത്തത്തിൽ അവരെ മാത്രം അതെ. കുറ്റം അല്ല, പറയാൻ പറ്റില്ല. സംഭവം ശരി തന്നെ. അതായത് അല്ല വീട് ഇതില് വെക്കാനുള്ള ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കുന്നതൊക്കെ ശരി തന്നെ. അതായത് വീട് അല്ലെങ്കിൽ ബാക്കി എന്താ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ലേ നാഷണൽ പാർക്കും മറ്റേ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഏറ്റവും കോർ ആയിട്ടുള്ള ബഫർ സോണ് അല്ലെങ്കിൽ ഒരു ആ ട്രാൻസിഷൻ സോണ്, അങ്ങനത്തെ പ്രത്യേക. അതായത് അങ്ങനെ കുറച്ച് സാധനമുണ്ടല്ലോ, ആക്ടിവിറ്റീസ് ഒക്കെ ലിമിറ്റ് ചെയ്യുക. ഉം, ഉം, ഉം. അതായത് അങ്ങനെ ആകുമ്പോ നാച്ചുറൽ ഹാബിറ്റാറ്റ് അതിനെ ഡിസ്റ്റർബ് തന്നെ ചെയ്യാത്ത ഒരു. അത് തന്നെ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഉം. ബഫർ സോണിലൊന്നും, അതായത് കോർ സോണിലില്ലേ, കോർ ആയിട്ടുള്ള സോണിലൊന്നും അങ്ങനത്തെ നടക്കില്ല. കോർസ് സോണിൽ നിന്ന് ഒഴിവാക്കി വിട്ടാണല്ലോ ഇത്തരം റിപ്പോർട്ട് ഇവർ മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള അവരെ സേഫ് സോണാക്കി മാറ്റിയിട്ടാണല്ലോ ഈ സാധനം ചെയ്യുന്നത്. അല്ല, അതാ പറഞ്ഞ അതിന്റെയൊക്കെ എഫക്ട്, ആഫ്റ്റർ എഫക്ട് പിന്നീട് അറിയുന്നുണ്ടെന്ന് പറയാം. അതായത് നമ്മൾ അതെ. വിചാരിച്ചത് കുറെ നമ്മുടെ ഒന്നുകിൽ നമ്മൾ ജീവിച്ചിരിക്കണ കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് എന്നൊക്കെ ഒരു സേഫ് സോൺ വിചാരിച്ചു. അതുകൊണ്ടല്ലേ നമ്മൾ പോയി പറയട്ടെ ഓസോൺ പാളിത്തെ വിള്ളൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമുണ്ടോ? അതെ. കാരണം നമ്മുടെ അത്ര ലൈഫ് സീരിയസ് ആയിട്ട് സ്പാനിനകത്ത് എടുക്കാത്തൊരു കാര്യം. നമ്മുടെ ലൈഫ് സ്പാനിനകത്ത് ഇതൊന്നും വരാൻ ഇമ്പാക്ട് പോകുന്നില്ല എന്ന് ചെയ്യുന്ന നമുക്ക് നല്ലൊരു അറിയുന്നതുകൊണ്ട് വിശ്വാസമാണല്ലോ. എത്ര വെള്ളം ഒരിക്കലും വെള്ളം കയറി വന്നാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ല. ഇതിൽ വേറൊരു കാര്യം തോന്നിയത്, ഓക്കെ ഇനി എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ കാലാവസ്ഥ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു മഴ വരും. ഇങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളൊക്കെ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് അത് കുറച്ചുകൂടി മുൻകൂട്ടി അറിയാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ അടുത്ത് ഇപ്പോഴും ഇല്ലാന്നുള്ളതാണ്. മുൻകൂട്ടി അല്ല, കഴിഞ്ഞ പ്രാവശ്യം എന്തോ അവിടെ തന്നെ വയനാട്ടിൽ തന്നെ നേരത്തെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അതെ. എന്നിട്ട് അതിനെ ഒരു അപകട മേഖലയായിട്ട് കാണിച്ചിട്ടുണ്ടായി. അതെ. ഇതിൽ എന്നിട്ട് തന്നെ ഇപ്പൊ ഈ പോലും ചൂരൽമലയിൽ തന്നെ 3 ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതില് ആദ്യത്തെയും ആദ്യത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് ആളുകൾ വീഡിയോ എടുത്തതും ഇതുകളൊക്കെ കുറെ വ്ളോഗേഴ്സിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഉം. അല്ല, ചൂരൽമലയുടെ കാര്യം പറഞ്ഞപ്പോഴാ അവിടെ ഞാൻ പോയിട്ടുള്ളതാ ആ സ്ഥലം മുഴുവൻ. ഉം, ഉം. ഇപ്പൊ ആ ഏരിയ നീ വയനാട്ടിൽ പഠിച്ചാണ്? ഞാൻ വയനാട്ടിലാ പഠിച്ചത്. അല്ല, അവിടെ ആ ഏരിയ കംപ്ലീറ്റ്ലി പോയിരിക്കണം. ഒരു 6 കിലോമീറ്ററോളം ഭൂമി പക്ക മണ്ണിട്ട് നിരത്തിയ പോലെയാണ്. അപ്പൊ നമുക്ക് തന്നെ നമ്മള് പ്രകൃതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമുക്ക് റിയാക്ഷൻ അവിടെ തന്നെ കിട്ടുന്നുണ്ട് അറിയില്ലേ. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് തന്നെയാണ് പ്രകൃതി റിയാക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്ന ഒരു വിഷയമായിട്ട് തോന്നുന്നത് എനിക്ക് മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.
മുല്ലപ്പെരിയാർ ഇപ്പൊ പ്രകൃതിയല്ല, ശരിക്കും ഒരു മാൻമെയ്ഡ് ദുരന്തമായിട്ട് സപ്പോർട്ട് ആണ് തന്നെ ഉള്ളത്, അല്ലാണ്ട് അല്ല, പ്രകൃതി ഇതൊക്കെ മാൻമെയ്ഡ് ദുരന്തങ്ങളാണ്. ഒന്നാമത് നമുക്ക് ആ ഇതിനെക്കുറിച്ച് യാതൊരു വിലയില്ല. കോഴ്സ് മനുഷ്യന്മാര് ഈ പറയുന്ന കാരണം സംസാരവും കാര്യങ്ങളും ഇല്ല. ഈ ഇൻസിഡന്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് മറന്നു. മറന്നു. നമ്മളെ എഫക്ട് ചെയ്യാത്തോടത്തോളം കാര്യം നമുക്ക് മൈൻഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോ കുറച്ചും കൂടി വടക്കോട്ടായതുകൊണ്ട് അതെ. കുറച്ചുകൂടി താഴത്താണെങ്കിൽ നമ്മൾ എന്താ നമ്മൾ അറിയോ, അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കിട്ടുകഥകളാണെന്ന് പറയുന്ന പോലെ. മുല്ലപ്പെരിയാർ പൊട്ടിയാലും നമുക്ക് നമ്മുടെ അവിടേക്ക് എത്തില്ല എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഇപ്പൊ ഇല്ല. പക്ഷെ അതിന്റെ ചോടിരിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എങ്ങനെ ആയിരിക്കണം നമ്മൾ. പക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സേഫ് ആയിട്ടുള്ള മരിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് അതോടെ ജീവിതം കഴിഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള മറ്റേ ജില്ലകളിലെ ആളുകളുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഈ വെള്ളമൊക്കെ പാടെ കടലിൽ പോയി കഴിഞ്ഞാൽ സുനാമിയായിട്ട് തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അതിലുണ്ടാവാൻ പോകുന്ന ഡിസാസ്റ്ററുകൾ വേറെ. പ്ലസ് ഇത്രയും അധികം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി പ്രോപ്പറായിട്ട് ഒന്നും അറവ് ചെയ്യൽ അങ്ങനത്തെ പരിപാടികളൊന്നും കിട്ടാൻ നടക്കില്ല. അപ്പൊ അതിൻ്റെതായിട്ട് വരുന്ന അസുഖങ്ങൾ വേറെ. പിന്നെ അതേപോലെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടും. അങ്ങനെ എല്ലാ ഇതിലും ജോലി അല്ല, കാര്യങ്ങൾ പക്ഷെ എല്ലാം എഫക്ട് നമുക്ക് ചെയ്യും. ഗവൺമെന്റിന് ഒരു പ്രസ് റിലീസ് പോലെ പറഞ്ഞിട്ടില്ലേ, പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് ഇവിടെ രണ്ട് സിനാരിയോ പറയുന്നത്. ഇപ്പോൾ അത് മുല്ലപ്പെരിയാർ പൊട്ടോ പൊട്ടില്ലേ എന്നുള്ള സംഭവം കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് സിനാരിയോ കൂടുതലായിട്ട് അല്ല ഞാൻ മഴ പെയ്യുക എന്നുള്ളത് ഒന്ന് അല്ലെങ്കിൽ എർത്ത് ക്യൂക്ക് റിക്ടർ സ്കെയിലിൽ 6 6.5 വരുന്ന ഒരു 6.5 6.5 റിക്ടർ അങ്ങനെ കൂടി റേഞ്ച് കഴിഞ്ഞാൽ പൊട്ടുന്നതാണ്. കിട്ടുമെന്നാ പറയുന്നത്. ഇത് പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് എന്താ ഗവൺമെന്റിന് മറ്റേ നിയന്ത്രിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നുമല്ല. മഴ പെയ്യാതിരിക്കാനോ ഭൂകമ്പം വരാൻ ഇല്ലാണ്ടാക്കാനോ പാടില്ല. യാതൊരു കഴിവും ഇവർക്കില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പൊ അത് എപ്പോഴും സംഭവിക്കാം. ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ വാട്ടർ ലെവൽ കുറച്ച് ഡീകമ്മീഷൻ ചെയ്ത് വാട്ടർ ലെവൽ കുറയ്ക്കുകയോ, എന്നിട്ട് ഈ ഇപ്പോൾ തമിഴ്നാടിന് വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു റിസർവോയേഴ്സ് അയച്ച് അവർക്കും വെള്ളം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്ന മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ. കാരണം തമിഴ്നാടിന്റെ ഓൾമോസ്റ്റ് ഒരു 5-6 ജില്ലകളെ കംപ്ലീറ്റ് ഈ മുല്ലപ്പെരിയാറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവർ വെള്ളത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതും കംപ്ലീറ്റ് ഡീകമ്മീഷൻ ചെയ്തിട്ട് ആ ഡാം ഫുൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിനെ എന്തായാലും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. ഇതിന്റെ ഹിസ്റ്ററി കേട്ടപ്പോ തന്നെ മറ്റേ തമിഴ്നാട്ടിൽ ഇതേപോലെ ഈ ഡാം പണിയുന്നതിന് മുന്നേ അവിടെ ഭയങ്കര വരൾച്ച ഉണ്ടായിരുന്നു. കുറെ ആ ആൾക്കാർ മരിച്ചു. 10 ലക്ഷം ഇപ്പോൾ എങ്ങാണ്ട് അല്ല, കണ്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം ആൾക്കാർ മരിച്ചു. പ്ലസ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡാം തുടങ്ങാനുള്ള ഒരു ഒരു ഇനീഷ്യേഷൻ എന്നുള്ള രീതിയിലില്ല. അവർ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങി ഇങ്ങനത്തെ ഒരു വരൾച്ച ഇതിനു വേണ്ടി ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ. അതും എപ്പോ ബ്രിട്ടീഷ് കോളനൈസ് ചെയ്ത സമയത്ത് കേട്ടോ. ആ സമയത്തുള്ള ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. 1985 തോന്നുന്നു ഡാമിന്റെ കൺസ്ട്രക്ഷൻ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. 1980s അതെ. നടക്കുന്നത്. അല്ല, നമുക്ക് ഈ വെസ്റ്റേൺ ഗാർഡ്സ് ആയതുകൊണ്ട് ഇപ്പൊ ഇതിൽ തന്നെ 1980s അല്ല 80s സോറി 85 90. അല്ല, വെസ്റ്റേൺ ഗാർഡ്സ് ആയതുകൊണ്ട് നമുക്ക് മഴ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊരു ഇവിടെ മഴ പ്രളയം, പ്രതി- ഇവിടെ ആ പ്രളയം, അവിടെ ഇവിടെ വരൾച്ച. നമ്മള് മേഘങ്ങളെല്ലാം തടുത്ത് ഇവിടെ കേരളത്തിന് വേണ്ട മഴയുണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ആ തമിഴ്നാട് എന്ന് പറയുന്ന ഏരിയ മൊത്തം വരുന്നത് ഒരു മഴ നിഴൽ പ്രദേശം തന്നെ പറയണ പോലെ അവിടെ മഴ ഇല്ല. അവിടെ ഈ മൺസൂൺ ഒന്നും റെഗുലർ ആയിട്ട് കിട്ടുന്ന ഒരു ഇല്ല ഏരിയ ഇല്ല കാര്യങ്ങളൊന്നും അല്ല. അതന്നെ. അപ്പൊ പിന്നെ എന്തായാലും ഒബ്വിയസ്ലി അവർക്ക് വെള്ളം വേണമെങ്കിൽ എന്തെന്നാ, അവര് ഒന്നില്ലെങ്കിൽ പോകുന്ന നദീനെ തടഞ്ഞു നിർത്തുക, അങ്ങനെ എന്തെങ്കിലും അല്ലാതെ വേറെ ഓപ്ഷൻ അനലൈസ് ചെയ്യാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്തായാലും. അല്ല, ഞാൻ പറഞ്ഞു മുല്ലപ്പെരിയാർ ഇപ്പൊ ഒരു തർക്ക വിഷയം പോലെ തന്നെയല്ലേ. കുറെ കേസുകൾ ഇപ്പൊ നടക്കുന്നുണ്ട് കേരളം നടന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് തമ്മിൽ. അപ്പൊ ഭയങ്കരമായിട്ട് അത് പറഞ്ഞിട്ട് തമ്മിൽ അടിയാ. അതെ. ഞാൻ പറഞ്ഞ അല്ല, പറയുന്നതിൽ എന്താ, അവർക്ക് വെള്ളം, നമുക്ക് അവർക്ക് വെള്ളം കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടോ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതെന്തറിയോ, ഒക്കെ ബാക്കോട്ട് പോകുമ്പോ കുറെ കരാറുകളൊക്കെ കിടക്കുന്നുണ്ട് ഇന്നത്തെ. ആ കരാറുകളെ പറ്റി ഒന്നും വ്യക്തമായിട്ട്, അതായത് അവിടെ എവിടെയും അതായത് പാസ്റ്റ് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കരാറാ പറയുന്നത്. 999 കൊല്ലത്ത് ശേഷം അത് ചികിത്സിച്ചിരിക്കുകയാണ്. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇവര് കാര്യമായ വാലിഡിറ്റി കൊടുത്തായിട്ട് നോക്കില്ല. എപ്പോഴും തർക്ക വിഷയമായിട്ട് തന്നെ നിന്നോണ്ടിരിക്കണം. അവര് ഫസ്റ്റ് അതാണ് അവർക്ക് ഫേവറബിൾ ആയുള്ള സാധനം അതാണ്. അപ്പൊ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അവർ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ബ്രിട്ടീഷ് ആയിട്ടുള്ള 999 ആള് വർഷത്തേക്കാണ് കരാറുണ്ടായത്. അതായത് തിരുവിതാംകൂർ മഹാരാജ ആ ടൈമിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. ആ അല്ല, ടൈമിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ മറ്റേ അന്ന് ഇതില്. ആ തിരുവിതാംകൂർ മഹാരാജാവ് നമ്മുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് ബ്രിട്ടീഷ് അവരുടെ ഡീലാണ്. അവരുമായിട്ടല്ല. അവരുടെ ഡീലാണ്. ബ്രേക്ക് ചെയ്ത് അല്ല, കഴിഞ്ഞാൽ ആ പിന്നെ സമയത്ത് അവര് എനിക്ക് തോന്നുന്നു മറ്റേതാ, ബ്രിട്ടീഷ് കോളനൈസ് ചെയ്ത സമയത്ത് ഈ മദ്രാസ് എന്ന് പറഞ്ഞ ഏരിയ കംപ്ലീറ്റ്ലി ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. നമുക്ക് ഇവിടെ ആണെങ്കിൽ നാട്ടുരാജ്യങ്ങളാ. തിരുവിതാംകൂർ, മലബാർ പ്ലസ് നമ്മുടെ മലബാർ, തിരുവിതാംകൂറും പിന്നെ കൊച്ചി അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ ഈ തിരുവിതാംകൂർത്തെ മഹാരാജാവായ വിശാഖ തിരുനാളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോ മൂപ്പരായിരുന്നു, അതായത് ഇങ്ങനത്തെ ഒരു ഡാമിന് കേരളത്തിലാണ് പണിയേണ്ടത്, കേരളത്തിലാണ് വെള്ളം ഉണ്ടാവുക, പക്ഷെ കൊടുക്കേണ്ടത് തമിഴ്നാടിന്റെ ഇതിന്. അങ്ങനത്തെ ഏറ്റവും അധികം പിന്നോക്കം നിന്നിരുന്നത് വിശാഖം തിരുനാളായിരുന്നു. കാരണം കേരളത്തിന് എന്താ ഇതിനകത്തുള്ള ബെനിഫിറ്റ്, അല്ലെങ്കിൽ തിരുവിതാംകൂർക്കാർക്ക് എന്തായിരുന്നു ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പക്ഷെ ഇവരുടെ ഇങ്ങനത്തെ ഒരു വരൾച്ചയും വന്നു. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആളുകൾ മരിച്ചു. അതിനുശേഷം ഇവര് കമ്പൽഡായി, ഇയാള് കമ്പൽഡായി. എന്നിട്ട്
എന്നിട്ട് പറയുന്നു അത്ര എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് പറഞ്ഞ്. ആ, പിന്നെ ആ ഈ സമയത്ത് എഗ്രിമെന്റിൽ ഒപ്പ് വെക്കുന്നതെന്ന് പറഞ്ഞു. അതന്നെ പിന്നെ ഈ എഗ്രിമെന്റ് ഒപ്പുവെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിന്റെ ഇയാളുടെ കീഴിൽ തന്നെ ഉള്ള കുറച്ച് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഉടമ്പടിയാ. ഓ, പക്ഷെ ഇത് പറയപ്പെടുന്നത് അതൊരു തമിഴ്നാട്ടുകാരനായിരുന്നു. ആ തമിഴ്നാട്ടുകാരൻ ഈ കൊടുക്കേണ്ട, അതായത് നമുക്ക് കിട്ടേണ്ട കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഇവർക്ക് ഇത്രയും ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കും തിരിച്ചെന്തെങ്കിലും, അല്ല വെറുതെ ആ, കൊടുക്കുന്നതല്ലല്ലോ. അന്ന് 1 ഏക്കറിന് 5 അയാള് രൂപ അതന്നെ എന്ന അയാള് കണ്ട പക്ഷെ വെച്ച എഗ്രിമെന്റിലാണ്. ക്ലോസില് അയ്യോ. വെച്ച ക്ലോസ് ബാക്കി ഈ ബ്രിട്ടീഷ് ഭരിച്ച സമയത്ത് എല്ലാം വെച്ച ക്ലോസിലെല്ലാം 99 വർഷത്തേക്ക് വെച്ച ഇതായിരുന്നു ഇത്ര എല്ലാം ഒരു എഗ്രിമെന്റ് എല്ലാം. ഓ, ഓ, പക്ഷെ ഇത് മാത്രമാണ് 999 വർഷത്തേക്ക് വെച്ചെന്നും. ഓ, അതായത് ഓ. അയാള് തമിഴ്നാട്ടുകാരനായതുകൊണ്ട് അവരോടൊരു ചെറിയൊരു കൂറ് കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ. പറയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല ഉം, എത്രത്തോളം ശരിയാന്നറിയില്ല. ഉം. ഹിസ്റ്ററിയിൽ ഇപ്പൊ നമുക്ക് കുറെ തിരുത്തലുണ്ട്. അതന്നെ 8100 അറൗണ്ട് ആ ഫിഗർ ആണ് വരുന്നത്. അല്ല ഹെക്ടർ അതായത് സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അത് പിന്നെ പെർ പറയുന്ന പെർ ഹെക്ടർ 5 രൂപ വെച്ചിട്ട് 8 രൂപ 5 രൂപ ശരി വെച്ച് അതുണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷം പോസ്റ്റ് നമ്മുടെ സ്വാതന്ത്ര്യം അത് ഓൾമോസ്റ്റ് 30 രൂപ എങ്ങാണ്ട് വേണ്ടിയിട്ട് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ അല്ല ഇതന്നെ ഈ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഈ പറഞ്ഞ ക്ലോസ് എല്ലാം മാറ്റാമായിരുന്നു. യൂണിയൻ ഓഫ് ഇന്ത്യ വന്നതിന് ശേഷം വേണമെങ്കിൽ പഴയ കരാറുകളെല്ലാം റദ്ദാക്കി പുതിയത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്യാം. ഇനിഷ്യേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ അത് കാര്യമായിട്ട് കരാർ വന്നത് ഈ അച്യുത മേനോൻ എന്ന് പറഞ്ഞ ആളുടെ 1970 ഒരു 200 കൊല്ലത്തേക്കുള്ള ഒരു 200 ഒരു ഉടമ്പടി പോലെ വന്നു. പക്ഷെ അതിനകത്ത് പറഞ്ഞത് ആ സമയത്ത് ആവുമ്പത്തിനും ഇവര് പവർ പ്ലാന്റുകൾ അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട് പക്ഷെ ചെയ്തു. പണ്ടത്തെ കരാറിൽ ഇവർക്ക് ആകെ ജലസേചനം മാത്രം, വെള്ളം മാത്രമേ മാത്രം, ഇറിഗേഷൻ ഉള്ള വാട്ടർ മാത്രം എന്നുള്ള രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഉം, ഉം. പക്ഷെ ഇവര് തന്നെ അതിനകത്തൊരു പവർ പ്ലാന്റ് വെച്ച് എത്ര നല്ല രീതിയിൽ 140 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന ആക്ച്വലി മറ്റേ രീതിയിൽ ലാൻഡാണ് ലീസിന് എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ 8,000 ഏക്കർ നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാന്ന് മാത്രമാണ് നമുക്ക് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. 8,000 ഏക്കർ ലാൻഡ് എടുത്തിട്ട്, പക്ഷെ അതിനകത്ത് ഇലക്ട്രിസിറ്റി ഈ കരാറിന് വിരുദ്ധമായിട്ട് ചെയ്തതാ. ഓ, ഓ. കരാറിന് വിരുദ്ധമായിട്ട് ചെയ്തിട്ടാണ് ഈ ഇലക്ട്രിസിറ്റി എടുത്തു തുടങ്ങിയത്. ഉം. ഈ ഇലക്ട്രിസിറ്റി എടുത്തു തുടങ്ങിയപ്പോഴാണ് കേരളം പുതിയ ആവശ്യങ്ങൾ വെച്ചത്. അപ്പൊ പക്ഷെ എന്നിട്ടും എന്തോ കോമ്പൻസേഷൻ പോലെ ചെറിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പൊ ഈ 2.5 ലക്ഷം പാട്ടമായിട്ട് കിട്ടുന്നുണ്ട്, പ്ലസ് 7 ലക്ഷം 7.5 ലക്ഷം ഈ പറഞ്ഞ ഇതിനും കിട്ടുമായിരുന്നു. ഇലക്ട്രിസിറ്റി ഒന്നും കിട്ടുന്നില്ല. ഇലക്ട്രിസിറ്റിക്ക് എന്തോ കിട്ടുന്ന കരാറുണ്ടായിരുന്നു പറയുന്നു. ഓ, ഓക്കെ. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടിയാണ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴായിരുന്നു നമുക്കിപ്പോ ഈ റീസെന്റ് ആയിട്ടുള്ള ഇതിലൊക്കെ ഞാൻ കേട്ടത് ഈ 2000 ഒക്കെ ആയപ്പോ ഈ പറഞ്ഞ വാട്ടർ ലെവൽ ഉണ്ടല്ലോ, ഓ, അണക്കെട്ടിന് 170 180 അടിയിട്ടുണ്ട്. പക്ഷെ 152 to അതായത് 155 ന്റെ മുമ്പ് അപ്പുറം പോകാൻ പാടില്ല. 152 അടിയിലാണ് വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. പക്ഷെ ഈ ചൈനയില് കുറച്ചൊരു ലേറ്റ് 80s ചൈനയിലുള്ള 152 വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. 136 വരെ അതിന്റെ 136 കപ്പാസിറ്റിയാണ് 152 എന്ന് പറയുന്നത്. 152 ആയിരുന്നു ഉണ്ടായിരുന്നത്. കപ്പാസിറ്റിയാണ് അത് വെള്ളം നിർത്തിയാവുന്ന ലെവലല്ല. അതുവരെ ചിലപ്പോ 136 ലെവലായിരുന്നു അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പക്ഷേ ഇതേപോലത്തെ സിമിലർ സ്ട്രക്ചർ ഉള്ള ചൈനയിലത്തെ ഒരു ഡാം പൊട്ടി. ഓ, അപ്പൊ കുറെ ആൾക്കാർ മരിച്ചു. ഇതും ഇതുപോലെ തന്നെ എക്സാക്ട്ലി കൺസ്ട്രക്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ പോലുള്ള ഒരു ഡാം പൊട്ടിയതിനു ശേഷം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഇന്ത്യ, ചൈന, റഷ്യ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ മാത്രം ഇങ്ങനത്തെ വലിയ വലിയ ഡാംസ് കൺസ്ട്രക്ട് ചെയ്ത് ആക്കുന്നു. കാരണം ഇതൊരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേസ്റ്റ് എന്നാ പറയുന്നത്. നമ്മൾ ഇറക്കുന്ന ഒരു എമൗണ്ടിന്റെ സംഭവമില്ല. ഡാം പറയുന്ന സാധനം ആക്ച്വലി ഭൂമിയുടെ ബാലൻസിനെ നശിപ്പിക്കുന്നതാണ്. എർത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഡാം ഉണ്ടെങ്കിൽ. കാരണം പെർട്ടിക്കുലർ അത്രയും അധികം ഒരു വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഭൂമിയുടെ ബാലൻസ് കാര്യങ്ങൾ അതും എർത്ത് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു ചൈനയിൽ അങ്ങനത്തെ ഒരു ഡാം പൊട്ടി. Gravity dam. എക്സാക്ട്ലി ഇതേപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ അതേപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്ത ഒരു ഡാമാ പൊട്ടിയത്. അപ്പൊ കുറച്ചുകൂടി ആൾക്കാർക്ക് കുറച്ചുകൂടി കോഷ്യസ് ആയി, അതായത് ആൾക്കാർ കുറച്ച് പരിഭ്രാന്തരായി എന്ന് തന്നെ പറയാം. അതാണ് പിന്നീട് നമുക്കില്ലേ വാട്ടർ ലെവൽ കുറയ്ക്കാനുള്ള സാധനവും പിന്നെ അതുമല്ല ഡാമിന് മെയിന്റനൻസ് ആവശ്യം. അതായത് അങ്ങനെ നമ്മൾ തന്നെ കേസ് കൊടുത്തു പോകുന്നുണ്ട്. അതായത് അല്ല ഇത് നമ്മളിപ്പോ നമ്മളിപ്പോ ടൈം ഓർമ്മയില്ല. പണ്ടൊക്കെ നമ്മുടെ കേരള പ്രസ്സിൽ ഏകദേശം ന്യൂസ് വരാൻ തുടങ്ങി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. അങ്ങനെ അവിടെ ഒരു 3 വില്ലേജുകളുണ്ട് ഇതിനെ ഏറ്റവും ഫസ്റ്റ് അഫക്ട് ചെയ്യുന്ന 3 വില്ലേജ്. അവരാണ് സമരം തുടങ്ങുന്നത്. അവരെ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഒന്നും ബാധിച്ചില്ലെങ്കിൽ പോലും ആ 3 വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ആവും. അപ്പൊ അവര് സ്ട്രൈക്ക് തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ ഗവൺമെന്റ്, പിന്നെ UN ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള 2021 റിപ്പോർട്ട് വേൾഡിൽ 6 ഡാംസ് ഉണ്ട് ഏറ്റവും പറയുന്നത് തന്നെ. ജോൺ പെന്നിക്യൂക്ക് ആണല്ലോ അതിന്റെ എഞ്ചിനീയർ. ആളന്ന് 50 വർഷത്തെ ഗ്യാരണ്ടിയാ കൊടുത്തത്. ഇപ്പൊ തന്നെ 126 എങ്ങാണ്ട് ഇയേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. അല്ല അതാ പറഞ്ഞത്, നമുക്കാണെങ്കിൽ ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഇതിന് ഒരു സൊല്യൂഷൻ എന്നോണം ഈ പറഞ്ഞതാ. അതായത് ഇതിന്റെ കപ്പാസിറ്റി പറഞ്ഞല്ലോ, ഇപ്പൊ 152 ആ റേഞ്ച് വരെ നിൽക്കാം. പക്ഷെ
കേരളം 136 ആക്കി. ഓ 36 ആക്കാൻ വേണ്ടിയിട്ട് എന്തോ കേസൊക്കെ ഉണ്ടായിരുന്നു ഉം, സുപ്രീം ഉം. കോടതിയിൽ കേസൊക്കെ അല്ല ഉണ്ടായിരുന്നു. കേസ് ഒന്നും 136 142 ആക്കണമെന്ന് തമിഴ്നാട് അതന്നെ വന്നിട്ട് അതിന് പേരിലാണ് 136 ആക്കിയപ്പോ തർക്കമുണ്ടായത്. കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചു ഇങ്ങനെ, അതായത് കുറച്ച് ക്രൈറ്റീരിയാസ് ഇങ്ങനത്തെ ഒരു സാധനം നമ്മളിപ്പോ എന്തിന്റെ ബലത്തിലാ ചൈനയിൽ നടന്ന അണക്കെട്ട് ഓ പൊട്ടി ഇതിന്റെ ഇതിലാ കൊടുത്തത്. അപ്പൊ പിന്നെ കുറച്ച് മെഷേഴ്സ് വെച്ചു, ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി മെഷേഴ്സ്, കുറച്ച് ഇന്റർമീഡിയറ്റ് മെഷേഴ്സ്, ലോങ് ടേം മെഷേഴ്സ്. ആ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെഷേഴ്സിലാണ് ഇപ്പോ ഈ പറഞ്ഞ വെള്ളം താഴ്ത്തലും പിടിക്കലും. പിന്നെ എന്തോ ഒരു ബലപ്പെടുത്തൽ പരിപാടികളൊക്കെ അതാ നടന്നിട്ടുണ്ട്. പറഞ്ഞത്, അത് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ലോങ് ടേമിലേക്കൊക്കെ അങ്ങനത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത് തന്നെ പഴയതിലേക്ക് എത്തിക്കാന്നുണ്ടായിരുന്നു. പക്ഷെ 140 സംതിങ്ങിലേക്ക് എത്തിക്കുന്നു, 142 അടിയോ 142. പക്ഷെ ബലപ്പെടുത്തലിൽ 142ലേക്ക് വേറെ എത്താം. ബലപ്പെടുത്തൽ പക്ഷെ അവര് എന്നിട്ട് തമിഴ്നാട്ടുകാർ അത് ചെയ്തു അത്രേ. തമിഴ്നാട്ടുകാര് വെള്ളത്തിലെ ഈ വാട്ടർ പറഞ്ഞ കുറച്ച് അതന്നെ തമിഴ്നാട്ടുകാര് വെള്ളത്തിലില്ല കുറച്ചല്ല. കുറയ്ക്കല്ല കൂട്ടിയേ ഈ ചെയ്തിട്ടുള്ളൂ, ഈ കുറച്ചതില്ല. മെഷേഴ്സ് ഇപ്പൊ നമ്മളിപ്പോ സുപ്രീം കോർട്ട് പറഞ്ഞ മെഷേഴ്സ് പ്രകാരം അവരിപ്പോ ബലപ്പെടുത്തലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ കേരളം അത് ബാധിച്ചത് എന്തെന്നാ, അത് അശാസ്ത്രീയമാണ്, കാരണം എന്താ വെച്ച് അങ്ങനത്തതാണ് കഴിഞ്ഞാല് എന്നൊക്കെ പറഞ്ഞു. ബലപ്പെടുത്തൽ ഒരു ഇത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഡ്രിൽ ചെയ്തിട്ട് അതിനകത്ത് കമ്പിയും സിമെന്റും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്യുന്ന പറയുന്നത്. ഒരു 10 മീറ്റർ എങ്ങാണ്ട് അല്ല നമുക്ക് കാരണം ഗ്യാപ്പില്. പക്ഷെ അവർക്ക് ഇത് എന്താ, അവർക്ക് എത്രത്തോളം ഉദ്ദേശം ഈ ഇത്രയും ഡാമിന്റെ 3 ഡ്രിൽ ചെയ്യുമ്പോൾ എത്രത്തോളം താഴത്തെ വരെ ഡ്രിൽ ചെയ്യാൻ പറ്റും? കാരണം താഴെ ഓൾറെഡി ബലക്ഷയം വന്നിട്ടുണ്ട്, ലീക്കായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അല്ല ആ ഭാഗത്തൊക്കെ ഓൾറെഡി മുകളിൽ നിന്ന് ഒരു ഡ്രിൽ ചെയ്ത് ഒരു ഹോൾ കൂടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ബലം പോവില്ലേ? അപ്പൊ താഴെ വരെ മുകളിൽ ഡാമിന്റെ മുകളിൽ താഴെ വരെ നമുക്കത് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ബലപ്പെടുത്ത പരിപാടി ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന ഒരു അല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട്ടിൽ ഇത് കൂട്ടണം എന്ന് പറയുന്നത് അവർക്ക് ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് പവർ അതെ. പ്ലാന്റും അതിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം വേണം. അതുകൊണ്ടായിരിക്കും ഒരു കൂട്ടണം എന്ന് പറയുന്നത്. നമ്മൾ കുറയ്ക്കാൻ പറയാൻ കാരണം നമ്മുടെ സേഫ്റ്റി നമ്മുടെ സേഫ്റ്റി കൂടി ഇവിടെ വേറൊരു നോക്കിയിട്ടാന്ന് സിനാരി എന്ന് പറയില്ലേ. വെച്ച് കഴിഞ്ഞാൽ നമ്മളും സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റും വല്ലാണ്ട് താഴ്ത്തുന്ന ആഗ്രഹിക്കുന്നില്ല. ഒരു 136 മെയിൻറ്റെയിൻ ചെയ്യണം പറഞ്ഞാൽ ഇവിടെ കുമളിയിൽ ഒരു ടൂറിസം നടക്കുന്നുണ്ട്. പെരിയാറിന്റെ അടുത്ത് തന്നെ. അപ്പോൾ അത് ആ താത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടൂറിസം സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 136 മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹിക്കുന്നുണ്ടാണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഉള്ള വരുമാനം കൂടി ഇല്ലാണ്ടാവും എന്നൊരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. ചിലപ്പം ഈ ഇത്രയും ജനങ്ങളുടെ ഇപ്പോൾ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കാരണം ഉണ്ടായത് എന്നൊരു വലിയൊരു എമൗണ്ട് ഓഫ് ഇപ്പം നമ്മുടെ ഇപ്പൊ തന്നെ ഈ വയനാട് സ്ലൈഡ് ഉണ്ടായിട്ട് എത്ര കോടിയുടെ നഷ്ടം എന്ന് പറയുന്നുണ്ട്. അതിന്റെ എത്രയോ മടങ്ങായിരിക്കും ഈ സാധനം സപ്പോസ് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. ഈ മറ്റേ തന്നെ ഈ കേസ് നേരത്തെ പറഞ്ഞില്ലേ, കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരളം ഒരു വാട്ടർ ഇറിഗേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ അത് അമെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ കേസിന്റെ ഭാഗം എന്നോണം കേരളത്തില് 136 ആ മറ്റേ ഇതില്ലേ അടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ആക്ട് പ്രകാരം ഡേഞ്ചർ സോണിലുള്ള അണക്കെട്ടുകളിലേക്ക് മുല്ലപ്പെരിയാറിനെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ കേസ് നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാം. അപ്പൊ പക്ഷെ ഇതൊക്കെ ഇപ്പോഴും ശരിക്കും മുല്ലപ്പെരിയാർ ഡാമിന്റെ അധികാരം തമിഴ്നാട് ഗവൺമെന്റിന് സുപ്രീം കോടതി തള്ളുകയാണ് അത് ചെയ്തത് കേട്ടോ. സ്ഥലം നമ്മുടെ അടുത്തും അധികാരപരമായില്ല. അല്ല ചെയ്യുന്നതിൽ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല. അവർക്ക് എന്താ കാര്യങ്ങളെല്ലാം നടക്കണം. നമുക്ക് എന്താ പറയാ, നമ്മുടെ സേഫ്റ്റി നോക്കുമ്പോൾ ക്യാപ്റ്റൻ ജെ പെന്നിക്കുക്ക് ആണല്ലോ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന എഞ്ചിനീയർ. പുള്ളി കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ എന്തൊക്കെ കുറെ കാരണങ്ങളുണ്ട്, ഉരുൾപൊട്ടലും അധിക വെള്ളം കാരണം കൊണ്ടൊക്കെ ഡാം നശിച്ചു. അങ്ങനെ ഗവൺമെന്റ് ഫണ്ട് ഇല്ല, ഇനി നമുക്ക് പദ്ധതി സ്റ്റോപ്പ് ചെയ്യാന്നുള്ള റേഞ്ചിലെത്തി. ആ സമയത്താണ് പുള്ളി നാട്ടിൽ പോയിട്ട് പുള്ളിയുടെയും വൈഫിന്റെയും പേരിലുള്ള സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്നിട്ടാണ് ആളെ കാശ് കൊണ്ടാണ് ആ ഡാം പണിത്. അങ്ങനെ ഒരു ഹിസ്റ്ററി കാണുന്നുണ്ട്. ഇതിന്റെ ആദരസൂചകമായിട്ട് ആളോടുള്ള സ്നേഹം കൊണ്ട് തമിഴ്നാട്ടിൽ ഇപ്പം തമിഴ് ജനത ആ കമ്പം തേനി ഭാഗത്തുള്ള ആളുകള് ഒരു ഉത്സവമായിട്ട് ഒരു പൊങ്കൽ പോലെ ഇപ്പോഴും ആളുടെ പേരിൽ ആഘോഷിക്കുന്നുണ്ട്. പെന്നിക്യൂക്കിന് ഇപ്പൊ അവര് ഭയങ്കര ആഘോഷിക്കുന്നുണ്ടായിരുന്നു, പള്ളി അമ്പലം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. കാരണം അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം ചെലവിൽ 725 കോടി ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു എന്താ ബിസിനസ് ആണ് പറഞ്ഞത്. കേരളത്തിന് അല്ല നമ്മളിപ്പോ നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ രക്ഷിക്കുക. അതായത് നമ്മുടെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവരുത്, ഒരു പുതിയൊരു ഡാം ഉണ്ടാക്കുക. അവരുടെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ സംഭവം കൊണ്ട് പോകാൻ പോവാ. ഇത്രയും കോടിയുടെ വരുമാനം അവർക്കവിടെ നിലയ്ക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ടെൻഷൻ അവർക്കും ഉണ്ടാവും. കാരണം 80 ലക്ഷത്തോളം ആളുകൾ ഈ വെള്ളത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അല്ല അവരുടെ കൺസേൺ അതായിരിക്കും. പക്ഷെ നമ്മുടെ കൺസേൺ എന്താ, ആൾക്കാർ രക്ഷപ്പെടുക. അതായത് ആൾക്കാർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഭയങ്കര മാസമായിട്ടുള്ള ഒരു കാഷ്വാലിറ്റി അല്ലെങ്കിൽ മാസമായിട്ടുള്ളൊരു ഇത്രയധികം ആൾക്കാർ മരിക്കുന്ന ഒരു ഇവന്റ് ഉണ്ടാവരുത് എന്നുള്ള ഒരു സാധനമല്ലേ നമ്മുടെ കൺസേൺ ഉള്ളൂ. മെയിനായിട്ട് ഡാം പൊട്ടാൻ പാടില്ല എന്ന് നമ്മളിപ്പോ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് പോലും ഈ ചെറുതോണി ഡാം നമ്മൾ പെട്ടെന്ന് ലീസ് ചെയ്യാനുള്ള കാരണം ആ ഡാം പൊട്ടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്ട് എന്ന് പറയുന്നത് ഈ വെള്ളപ്പൊക്കത്തേക്കാളും ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. കാരണം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വെള്ളം മാത്രമേ വരുന്നുണ്ടാവുക. മറ്റേത് ഈ ലാൻഡ് സ്ലൈഡ് ചെയ്യുമ്പോൾ അതേ എഫക്റ്റ് ആവും വരുന്നുണ്ടാവുക. കംപ്ലീറ്റ് എഫക്റ്റ് ആവും. സമയത്തും ഡാമുകൾ തുറന്നത് ആ വെള്ളത്തിന്റെ ഫോഴ്സും ഫ്ലോയും കൂട്ടാനൊരു കാരണമായിട്ടും
അത് നമ്മള് കുറെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് ആ ആണ്. സമയത്ത് അതേപോലെ. ഫോഴ്സും കാര്യങ്ങളൊക്കെ അതായത് വെള്ളപ്പൊക്കം ഫോഴ്സ് കൂടി. പക്ഷേ വെള്ളപ്പൊക്കമല്ല ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ എഫക്റ്റ് ഇതിന്റെ അതെ. ഇരട്ടിയായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടാണ് ആക്കിയത്. ഇപ്പൊ അല്ലെങ്കിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ മുല്ലപ്പെരിയാർ വിഷയത്തില് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഡീകമ്മീഷൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഒരു വേറെ ഡാം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡീകമ്മീഷൻ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫേവറബിൾ ആയ കാര്യമാണ്. പക്ഷെ അവർ സമ്മതിക്കുന്നതില്ല. അപ്പൊ നമുക്ക് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വേറെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ഉടമ്പടി പ്രകാരം ഇപ്പോൾ 1000 കൊല്ലത്തേക്കാണ്, 1000 അല്ല 999 കൊല്ലത്തേക്കാണ് ഈ സാധനം ഉടമ്പടി ഉള്ളത്. അപ്പോൾ അത് മാറ്റി റിന്യൂ ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഡ്യൂറേഷൻ കിട്ടുമെന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പൈസയുടെ അഗ്രിമെന്റ്സും ഡിഫറെന്റ് ആയിരിക്കും പൈസ ഡിഫറൻസ് അതൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ട് പോകേണ്ടി വരും. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ജീവനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി നോക്കിയിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ സഹകരിച്ച് ചെയ്യേണ്ടി വരും. അതിന് അവർ സമ്മതിക്കണം. മേ ബി ഇപ്പോഴത്തെ അതേ കണ്ടീഷനിൽ പോകാന്നുള്ള സംഭവം അവർ സമ്മതിച്ചു ഉടമ്പടിയിലെ കഴിഞ്ഞാൽ അതേ ഒരു ഇത് ഇതിൽ പോസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇൻഫോർമേഷൻ നേരത്തെ കിട്ടിയില്ല, അത് കഴിഞ്ഞുള്ള എഫക്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിനുശേഷം ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഓൾമോസ്റ്റ് 50% പോണ കേസാണിത്. പിന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല. അല്ല ഓപ്ഷൻസ് ഇത് മാത്രമാണ്. ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതെ. പ്രത്യേകിച്ചൊന്നും ചെയ്യാം. ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ അത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വനനശീകരണം, ഈ നേച്ചർ നശിപ്പിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഭാവിയിൽ നമ്മൾ എഫക്ട് ഉണ്ടാവും പറഞ്ഞിട്ട്. പക്ഷെ നമ്മളത് കാര്യമായിട്ട് കൺസിഡർ ചെയ്തില്ല. ഇപ്പൊ അതിന്റെ എഫക്റ്റ് നമ്മൾ അറിയാൻ തുടങ്ങി. പക്ഷെ ഇനി ഇത് മാറിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തായിരിക്കും. ചിന്തിക്കാൻ നമ്മൾ പോലും ഉണ്ടാവില്ല. ലോകം മൊത്തം ചിലപ്പോൾ ഇല്ലാണ്ടായേക്കാം. അപ്പോൾ ഇനിയെങ്കിലും മാറി ചിന്തിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ആ തോട്ടിലായിരിക്കണം ഇനി നമ്മൾ അടുത്ത ദിവസങ്ങൾ മുന്നോട്ട് പോകേണ്ടത്.